കേരളത്തിന്റെ അഭിമാന താരം സഞ്ജു സാംസൺ സൂപ്പർ ലീഗ് കേരള ക്ലബായ മലപ്പുറം എഫ്സിയുടെ സഹ ഉടമയായി. ഫുട്ബോൾ ആരാധകർക്ക് ആവേശം പകർന്ന് സൂപ്പർ ലീഗ് കേരളയും മലപ്പുറം എഫ്സിയും സഞ്ജു സാംസണും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. എന്നാ പിന്നെ അങ്ങ് കത്തിക്കുകയല്ലേ എന്നാണ് മലപ്പുറം എഫ്സിയുടെ പ്രഖ്യാപനത്തിന് താഴെ സഞ്ജുവിന്റെ മാസ് എൻട്രി ഡയലോഗ്. ഇൻസ്റ്റഗ്രാമിൽ 6 മണിക്കൂറിനുള്ളിൽ 3 ലക്ഷത്തോളം ലൈക്കാണ് ഈ പോസ്റ്റിന് ലഭിച്ചത്. സഞ്ജുവിന്റെ കമന്റിന് മാത്രം 1300ഓളം ലൈക്കുകളുണ്ട്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററും രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനുമായ സഞ്ജു സാംസൺ കളിക്കളത്തിന് പുറത്ത് കായിക റോൾ ഏറ്റെടുക്കുന്നത് ആദ്യമായാണ്. ഐ ലീഗ് ക്ലബായ ഗോകുലം എഫ്സിക്ക് ശേഷം മലപ്പുറം കേന്ദ്രീകരിച്ചു വരുന്ന രണ്ടാമത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബാണ് മലപ്പുറം എഫ്സി. സഞ്ജുവിന് പുറമെ ബിസ്മി ഗ്രൂപ്പ് MD VA അജ്മൽ ബിസ്മി, ST തിരൂർ എഫ്സിയും ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റുകളുടെയും ഉടമ അൻവർ അമീൻ ചേലാട്ട്, സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം പ്രസിഡന്റും പ്രവാസി ബിസിനസ്സുകാരനുമായ ബേബി നീലാംബ്ര എന്നിവർ മലപ്പുറം എഫ്സിയുടെ സഹ ഉടമകളാണ്. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലാ സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയമാണ് മലപ്പുറം എഫ്സിയുടെ ഹോം ഗ്രൗണ്ട്. സൂപ്പർ ലീഗ് കേരളയിൽ വിവിധ ക്ലബ്ബുകൾക്കായി നിരവധി സെലിബ്രിറ്റികൾ മുതൽ മുടക്കിയിട്ടുണ്ട്. മലപ്പുറം എഫ്സിയിൽ സഞ്ജു ഓഹരികൾ സ്വന്തമാക്കുമെന്ന് നേരത്തെ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വന്നിരുന്നു. സിനിമാ താരം പൃഥ്വിരാജ് ഫോഴ്സ കൊച്ചിയുടെ ഉടമയാണ്. കണ്ണൂർ വാരിയേഴ്സിന്റെ സഹ ഉടമയാണ് നടൻ ആസിഫ് അലി. നിവിൻ പോളി തൃശൂർ മാജിക് എഫ്സിയുടെ ഭാഗമാണ്. ബേസിൽ ജോസഫ് കാലിക്കറ്റ് എഫ്സിയുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച സൂപ്പർ ലീഗിന്റെ പ്രഥമ സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ ഫോഴ്സ കൊച്ചിയെ ഏകപക്ഷീയമായി 2 ഗോളുകൾക്ക് മലപ്പുറം എഫ്സി തോൽപ്പിച്ചിരുന്നു. കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ വിദേശ താരം പെഡ്രോ മാൻസിയും മലയാളി താരം ഫസ്ലു റഹ്മാനുമാണ് ഗോളുകൾ നേടിയത്. ഈ വിജയത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് ടീമിന്റെ ഉടമകളെ പ്രഖ്യാപിക്കുന്നത്. 6 ടീമുകളാണ് കേരള സൂപ്പർ ലീഗിനുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗും ഐ ലീഗും അടങ്ങുന്ന ഇന്ത്യൻ ഫുട്ബോൾ ഘടനയുടെ ഭാഗമല്ല കേരള സൂപ്പർ ലീഗ് എന്നതാണ് പ്രത്യേകത. വമ്പൻ താരങ്ങളുടെയും വിദേശ കോച്ചുമാരുടെയും സാന്നിധ്യം കേരള സൂപ്പർ ലീഗിനുണ്ട്. ഐ ലീഗിൽ ഗോകുലം എഫ്സിക്ക് ശേഷം രണ്ടാമതായി പങ്കെടുക്കുന്ന പ്രൊഫഷണൽ ക്ലബ്ബാണ് മലപ്പുറം എഫ്സി. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ജോൺ ഗ്രിഗറിയാണ് മലപ്പുറം എഫ്സിയുടെ കോച്ച്. ചെന്നൈയിൽ എഫ്സിയുടെ മുൻ പരിശീലകനാണ് ഗ്രിഗറി. കേരള സൂപ്പർ ലീഗിലെ 2ാം മത്സരത്തിൽ കാലിക്കറ്റ് എഫ്സിയാണ് മലപ്പുറം നേരിടുക. ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരം കൊമ്പൻസ് എഫ്സി കാലിക്കറ്റ് എഫ്സിയെ നേരിടും. ക്രിക്കറ്റ് താരങ്ങളായ വിരാട് കോഹ്ലി, MS ധോണി എന്നിവർ അവരുടെ സംസ്ഥാന ഫുട്ബോൾ ടീമുകളുടെ സഹ ഉടമകരാണ്. ഈ വർഷം ആദ്യം T20 ലോകകപ്പ് 2024 നേടിയ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു സഞ്ജു. എന്നാൽ കളിക്കളത്തിലിറങ്ങാൻ അവസരം ലഭിച്ചില്ല. ഇപ്പോൾ നടന്നു വരുന്ന ദുലീപ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിൽ അംഗമാണ് സഞ്ജു. ഇഷാൻ കിഷൻ ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ നിന്ന് പുറത്തായതോടെ അവസാന നിമിഷം സഞ്ജുവിനെ ടീമിലെടുക്കുകയായിരുന്നു. എന്നാൽ ആദ്യ മത്സരത്തിലെ പ്ലേയിങ് 11-ൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ശ്രീലങ്കയിൽ അടുത്തിടെ നടന്ന T20 പരമ്പരയിലാണ് സഞ്ജു അവസാനമായി കളിച്ചത്. 2 മത്സരങ്ങളിലും ഡക്കായതിനാൽ ബംഗ്ലാദേശിനെതിരെ വരാനിരിക്കുന്ന T20 പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജുവിന്റെ സ്ഥാനം സംശയത്തിലാണ്.